രക്തപുഷ്പം എന്ന സിനിമയോടെയാണ് മലയാള സിനിമ വിജയശ്രീയെ ശ്രദ്ധിച്ചത്. മാദകത്വം തുളുമ്പുന്ന അവരുടെ ചിത്രങ്ങൾക്കായി അന്ന് യുവാക്കൾ തിയേറ്ററുകളിൽ കാത്തുകെട്ടിക്കിടന്നിരുന്നു. പ്രശസ്തിയുടെ ഉത്തുംഗത്തിൽ നിൽക്കവെയായിരുന്നു അവരുടെ അപ്രതീക്ഷിത മരണം. ഇന്ത്യൻ സിനിമയിലെ നടികളുടെ അന്ത്യനിമിഷങ്ങൾ പലതും ദുരൂഹമായി തുടരുകയാണ്. ഇന്നും പഴയ ചലച്ചിത്രങ്ങൾ കാണുന്നവർ ഇത്രയും കഴിവും സൗന്ദര്യമുള്ളവർ എന്തിന് ജീവിതം ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുന്നു. നടി വിജയശ്രീയുടെ മരണവും ഈ പട്ടികയിൽപ്പെടുത്താവുന്ന ഒന്നാണ്. സംവിധായകൻ ഭരതൻ ഒരിക്കൽ പറയുകയുണ്ടായി, മലയാള സിനിമയിൽ താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ നടിയാണ് വിജയശ്രീ എന്ന്. ഒരു കാലത്ത് മലയാളത്തിലെ മർലിൻ മൺറോ എന്നറിയപ്പെടുന്ന നടിയായിരുന്നു വിജയശ്രീ. സിനിമയിൽ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴായിരുന്നു അവർ ആത്മഹത്യ ചെയ്തത്. വിജയശ്രീ മരണമടഞ്ഞിട്ട് 40-ലധികം വർഷങ്ങൾ പിന്നിട്ടു. എന്നിട്ടും അവർ എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. 24 വയസ്സിനുള്ളിൽ 65 ചിത്രങ്ങളിൽ അഭിനയിച്ച വിജയശ്രീയുടെ മരണം പ്രേക്ഷക ലക്ഷങ്ങളെയാണ് ഞെട്ടിച്ചത്. 1974 മാർച്ച് മാസത്തിലാണ് ആത്മഹത്യയോ കൊലപാതകമോ എന്നറിയപ്പെടാത്ത വിജയശ്രീയുടെ മരണം. പ്രേം നസീറിനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമയിൽ നായികയായിരുന്ന വിജയശ്രീ തമിഴിൽ ശിവാജിയുടെ നായികയായും വേഷമിട്ടിരുന്നു. 1970-കളിലെ താരസുന്ദരികളിൽ സെക്സ് സിംബലായാണ് വിജയശ്രീ കൂടുതൽ തിളങ്ങിയത്. ഗ്ലാമർ നർത്തകി എന്നും സെക്സ് ബോംബ് എന്നുമുള്ള പേരുകളിൽ നിന്നും വിജയശ്രീ രക്ഷ നേടാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. വിജയശ്രീ അഭിനയിച്ച പൊന്നാപുരം കോട്ട സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നടിയുടെ മരണത്തിന് പിന്നിലെന്ന് ആരോപണമുണ്ട്. കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത ചിത്രത്തിലെ പുളിസീൻ ഏറെ വിവാദമായിരുന്നു. അന്ന് വരെ ഉപയോഗിക്കാത്ത സൂം ലെൻസാണ് ചിത്രത്തിൽ ഉപയോഗിച്ചത്. അത് പാവം വിജയശ്രീ അറിഞ്ഞതുമില്ല. വിജയശ്രീയുടെ സൗന്ദര്യം കണ്ട് മതിമറന്ന ഒരാൾ അവരെ ബലാത്സംഗം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതിനിടെയാണ് പ്രേം നസീറിന്റെ കഥാപാത്രം എത്തുന്നത്. വിജയശ്രീയെ രക്ഷിക്കുന്നു. ശേഷം ഒരു ഗാനം. വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന നായികയെ നോക്കിയാണ് ഗാനാലാപനം. ചിത്രം പുറത്തിറങ്ങി, സൂപ്പർ ഹിറ്റായി. അതിനിടെയാണ് ഒരു വിവാദമുണ്ടായത്. വിജയശ്രീയുടെ കുളി കാണാനാണ് തിരക്ക് എന്നൊരു സിനിമാ മാസിക വാർത്ത പുറത്തിറക്കി. വിജയശ്രീ പരാതിപ്പെട്ടു. കുഞ്ചാക്കോ മുതലാളി വിജയശ്രീക്ക് വേണ്ടി പ്രത്യേക ഒരു ഷോ ഒരുക്കി. വിജയശ്രീ ഞെട്ടിപ്പോയി. സിനിമയിൽ കുളിസീനിൽ സ്വന്തം ശരീരത്തിന്റെ തടിപ്പും തുടിപ്പുമെല്ലാം കിറുകൃത്യം. വിജയശ്രീ പിണങ്ങി. കുഞ്ചാക്കോ മുതലാളി പ്രശ്നം ഒരുവിധം പറഞ്ഞൊതുക്കി. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ആ രംഗങ്ങൾ കാട്ടി സിനിമയുടെ നിർമ്മാതാവ് വിജയശ്രീയെ ബ്ലാക്ക്മെയിൽ ചെയ്തെന്നും നടി ഭീഷണിപ്പെടുത്തിയപ്പോൾ അവരെ കൊലപ്പെടുത്തിയെന്നും അക്കാലത്ത് പ്രചരിച്ചിരുന്നു. വിജയശ്രീയുടെ മരണത്തിന് ശേഷം അഭിനയിച്ച് പൂർത്തിയാകാനുണ്ടായിരുന്ന യൗവനം എന്ന സിനിമയും വണ്ടിക്കാരി എന്ന സിനിമയും ചേർത്ത് ഒറ്റ സിനിമയാക്കി പുറത്തിറങ്ങിയതും വമ്പൻ ഹിറ്റായി മാറിയിരുന്നു. മാദക സൗന്ദര്യത്തിലൂടെ പ്രേക്ഷകരെ ആകർഷിച്ച വിജയശ്രീ ചിത്രങ്ങളാണ് അങ്കത്തട്ട്, ആരോമലുണ്ണി, പൊന്നാപുരം കോട്ട തുടങ്ങിയവ. സ്വർണപുത്രി, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, യൗവനം, ആദ്യത്തെ കഥ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നല്ല അഭിനേത്രി എന്ന പേരും നേടിയ ശേഷമാണ് അവരുടെ ദുരൂഹ മരണം. നസീമ എന്നായിരുന്നു വിജയശ്രീയുടെ യഥാർത്ഥ പേര്. നിത്യഹരിത നായകനായ പ്രേം നസീർ മുത്ത് ഒട്ടേറെ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. പോസ്റ്റ്മാനെ കാണാനില്ല, അജ്ഞാതവാസം, ലങ്കാദഹനം, പൊന്നാപുരം കോട്ട, പത്മവ്യൂഹം, പഞ്ചവടി, ആരോമലുണ്ണി, സംഭവാമി, യുഗയുഗേ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിൽ നസീർ വിജയശ്രീ ജോഡി ഒന്നിച്ചു. എന്നാൽ വിജയശ്രീയുടെ മരണം കൊലപാതകമാണെന്ന് സ്ഥാപിക്കുന്നതാണ് ജയരാജന്റെ നായിക എന്ന സിനിമ. വിജയശ്രീയുടെ മരണത്തെ മുഖ്യ പ്രമേയമാക്കി എടുത്തിരിക്കുന്ന സിനിമയിലൂടെ മലയാള സിനിമയിലെ കാരണവസ്ഥാനത്തുള്ള ചിലരെ പ്രതികളാക്കി ചിത്രീകരിച്ചിരിക്കുന്നതായും അന്ന് ചില പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ മാദക സൗന്ദര്യത്തിലൂടെ മലയാള സിനിമയിൽ തിളങ്ങിയ വിജയശ്രീയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത ഇനിയും അവശേഷിക്കുന്നു.